സാമ്പത്തിക പ്രതിസന്ധിയും വൈദ്യുത പ്രതിസന്ധിയും രൂക്ഷമായി വലയ്ക്കുന്ന ക്യൂബയിൽ ഇരുട്ടടിയായാണ് 2024 റാഫേൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത്. രുദ്രതാണ്ഡവത്തിന് ശേഷം ക്യൂബൻ മണ്ണിൽ നിന്ന് റാഫേൽ വിട്ടൊഴിഞ്ഞപ്പോൾ രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും തകർന്നുപോയി. കനത്ത ആഘാതമുണ്ടാക്കാൻ കഴിയുന്ന മൂന്നാം കാറ്റഗറി ചുഴലിക്കാറ്റായാണ് റാഫേൽ ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തേക്ക് എത്തിയത്. ഹവാനയിൽ നിന്ന് 75 കിലോമീറ്റർ അകലെയുള്ള ഈ മേഖല സാരമായി തച്ചുടച്ചാണ് ചുഴലിക്കാറ്റ് കടന്നുപോയിരുന്നത്. റാഫേലിന്റെ ആഘാതം മാസങ്ങൾ പിന്നിടുമ്പോഴും ക്യൂബയിൽ നിലനിൽക്കുന്നു. ആ ദുരിതകാലത്തിന്റെ ഓർമ്മ പുതുക്കുമ്പോൾ 50,000-ഓളം ആളുകളാണ് അന്ന് ഹവാനയിൽ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞത്. ക്യൂബയുടെ തെക്കൻ മേഖലകളിലും ആയിരങ്ങളാണ് പ്രളയബാധിത മേഖലകളിൽ കഴിഞ്ഞത്. ഹവാനയിലെ തെക്കൻ തീരദേശ നഗരമായ ബട്ടാബനോയിൽ മരങ്ങളും വൈദ്യുതി പോസ്റ്റുകളും വീണ റോഡ് ഗതാഗതം നിലച്ചു. ഒക്ടോബർ മാസത്തിൽ ശക്തമായ 2 പ്രഹരമാണ് ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യം നേരിടേണ്ടി വന്നത്. ദിവസങ്ങളോളം വൈദ്യുതി ഇല്ലാതെ വന്നതായിരുന്നു ഇതിലാദ്യം. പിന്നാലെയാണ് റാഫേൽ ചുഴലിക്കാറ്റ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാരമായ നാശം വിതച്ചത്. ആളപായം 6-ൽ ഒതുങ്ങിയെങ്കിലും നിരവധി പേരെ രാജ്യത്ത് നിന്ന് കുടിയേറ്റം ചെയ്യാൻ ചുഴലിക്കാറ്റിന്റെ അവസ്ഥ പ്രേരിപ്പിച്ചു. ക്യൂബയുടെ അടിത്തറ തന്നെ റാഫേൽ തകർത്തെറിഞ്ഞു. മണിക്കൂറിൽ 345 കിലോമീറ്റർ വേഗതയിലാണ് റാഫേൽ ക്യൂബയിൽ ആഞ്ഞടിച്ചത്. ഈ സീസണിൽ പേര് നൽകിയിട്ടുള്ള 17ാമത്തെ കൊടുങ്കാറ്റാണ് റാഫേൽ. അറ്റ്ലാന്റിക്കിലെ കൊടുങ്കാറ്റ് സീസണിൽ സാധാരണഗതിയിൽ 14ഓളം കൊടുങ്കാറ്റുകൾക്കാണ് പേര് നൽകാറ്. ഇത്തരം ട്രോപ്പിക്കൽ കൊടുങ്കാറ്റുകൾ പതിവാകുന്നതിന് പ്രധാനമായും മാനുഷിക ഇടപെടലിനെ തുടർന്നുള്ള കാലാവസ്ഥാ വ്യതിയാനത്തെയാണ് വിദഗ്ധർ പഴിക്കുന്നത്. റാഫേൽ ചുഴലിക്കാറ്റ് തകർത്ത ക്യൂബ ഇന്നും പ്രതിസന്ധിയിലാണ്. ദുരിത നാളുകളിൽ നിന്ന് മോചനം നേടാതെ അലയുകയാണ് രാജ്യം. ചുഴലിക്കാറ്റിൽ വൻ നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വന്ന ക്യൂബയ്ക്ക് സഹായവുമായി ഇപ്പോൾ ഇന്ത്യ രംഗത്തെത്തിയിരിക്കുകയാണ്. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെ 90 ടൺ സാമഗ്രികളാണ് ഇന്ത്യ ക്യൂബയിലേക്ക് അയച്ചത്. ചുഴലിക്കാറ്റ് നാശമുണ്ടാക്കിയ മേഖലയിലെ ദുരിതബാധിതർക്ക് സഹായവുമായാണ് ഇന്ത്യ മുന്നോട്ടിപ്പോൾ വന്നിരിക്കുന്നത്. ആന്റിബയോട്ടിക്കുകളുടെയും വേദന സംഹാരികളുടെയും ഉൾപ്പെടെ ആവശ്യ മരുന്നുകളുടെ ഒരു ശേഖരം തന്നെ ഇന്ത്യ അയച്ചിട്ടുണ്ട്. ക്യൂബയിലെ ജനങ്ങൾക്ക് അവരുടെ ജീവിതം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളിൽ ഇന്ത്യ സഹായങ്ങൾ അയച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. വിശ്വബന്ധു ഭാരത് ഇന്ത്യ ക്യൂബയിലെ ജനങ്ങൾക്ക് മാനുഷിക സഹായം അയക്കുന്നു. എക്സിലെ ഒരു പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഈ വിവരം പങ്കുവച്ചത്. പടിഞ്ഞാറൻ പ്രവിശ്യയായ ആർട്ടെമിസയിലാണ് ചുഴലിക്കാറ്റ് ഏറെ നാശനഷ്ടങ്ങൾ വരുത്തിയത്. ഏകദേശം 8 ലക്ഷം ആളുകളെങ്കിലും ചുഴലിക്കാറ്റ് ബാധിച്ചു. അന്നു മുതൽ ഭക്ഷ്യവസ്തുക്കളുടെയും മരുന്നുകളുടെയും ദൗർബല്യത്താൽ ക്യൂബ ബുദ്ധിമുട്ടുകയാണ്. മിൽട്ടൺ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ച് 1 മാസത്തിനുള്ളിലായിരുന്നു റാഫേലും ക്യൂബയ്ക്ക് വെല്ലുവിളി ഉയർത്തിയത്. ചുഴലിക്കാറ്റുകൾ മാത്രമല്ല, അതിനുശേഷം ദക്ഷിണ ക്യൂബയിൽ ശക്തമായ 2 ഭൂചലനങ്ങളും വൻ നാശനഷ്ടമുണ്ടാക്കി. ചുഴലിക്കാറ്റിൽ നിന്ന് കരകയറാൻ പാടുപെടുന്ന സാഹചര്യത്തിലായിരുന്നു ക്യൂബൻ ജനത ഇതും നേരിടേണ്ടി വന്നത്. രാജ്യത്തെ നടുക്കിയ ഭൂകമ്പം വീണ്ടും ക്യൂബയെ അടിച്ചമർത്തി. ഉണങ്ങാത്ത മുറിവായി ഇന്നും ഈ പ്രകൃതി ദുരന്തങ്ങളുടെ ആഴക്കടലിൽ നിന്ന് നീന്തിക്കയറാനുള്ള പെടാപ്പാടിലാണ് ക്യൂബൻ ജനത.